നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി അതിതീവ്ര മഴ കോഴിക്കോടും വയനാടുമൊക്കെ ഇപ്പോൾ ഭീതിത കാഴ്ചകളാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകൾ ഉൾപ്പെടെ അതിതീവ്ര മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. കോടഞ്ചേരി പഞ്ചായത്തിലെ പ്രധാന പുഴകളായ ചാലിപ്പുഴയിലും ഇരുവഴഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് ആശങ്കയുയർത്തി ഉയരുകയാണ്. ചാലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. ചെമ്പുകടവിലെ പഴയ പാലത്തിന് മുകളിൽ വെള്ളം കയറി. മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവരും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ, കട്ടിപ്പാറ മേഖലകളിൽ മഴ അതിശക്തം. കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തിമിർത്തു പെയ്യുന്നു. നഗരമേഖലകളിലെ റോഡുകളിൽ വലിയ വെള്ളക്കെട്ടുകൾ. അതിശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് വയനാട് പാത പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു. ഈങ്ങാപ്പുഴ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായി തകരാറിലായി. പ്രദേശത്ത് മഴ തുടരുകയാണ്. ജലനിരപ്പ് ഉയരുകയും റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകാത്ത സാഹചര്യവും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള യാത്രകൾ അതീവ ജാഗ്രതയോടെ മാത്രമേ നടത്താവൂ എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. വയനാട് ജില്ലയിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. വയനാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൈതപ്പൊയിൽ, നോളജ് സിറ്റി, കോടഞ്ചേരി വഴിയാണ് നിലവിൽ തിരിച്ചുവിടുന്നത്. എങ്കിലും ആ സ്ഥലങ്ങളിലും പല തടസ്സങ്ങൾ രൂപപ്പെട്ടു വരുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ താമരശ്ശേരി, കൂടത്തായി, മൈക്കാവ്, കോടഞ്ചേരി വഴിയുള്ള ബദൽ പാത ഉപയോഗിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. പുതുപ്പാടി, ഈങ്ങാപ്പുഴ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ. ഗതാഗത തടസ്സമാണ് ഈ മേഖലകളിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഈങ്ങാപ്പുഴ ടൗണിലും പയോണിയിലും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി. മുട്ടിക്കുന്ന് ഭാഗത്ത് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നു. വള്ളിയാട് മണൽവയൽ റൂട്ടിൽ പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഈ വഴിയിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചെമ്മരമറ്റം, മയിലള്ളംപാറ, കൈതപ്പൊയിൽ ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. താമരശ്ശേരി ചുരത്തിലും പരിസര പ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ് ഇപ്പോൾ തിമിർത്ത് പെയ്യുന്നത്. താഴ്വരയിലേക്കുള്ള റോഡുകളിൽ കല്ലുകളും മരങ്ങളും പതിക്കാൻ സാധ്യതയുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ചുരം റോഡിലെ അനാവശ്യ പാർക്കിങ്ങുകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. അധികൃതരും സന്നദ്ധ പ്രവർത്തകരും പ്രദേശത്ത് കനത്ത ജാഗ്രതയിലാണ്. വയനാട് ജില്ലയിൽ കനത്ത മഴ. താമരശ്ശേരി ചുരത്തിലൂടെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് അധികൃതർ പറയുന്നു. ജില്ലാ കളക്ടർ DR മേഘശ്രീ വാർത്താമാധ്യമങ്ങളോട് സംസാരിക്കവേ അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം. ചുരത്തിൽ നിലവിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് കടുത്ത നിയന്ത്രണം. കനത്ത മഴ തുടരുന്നത് കൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ചാലിപ്പുഴയിൽ അപകടകരമായ നിലയിലേക്കാണ് ജലനിരപ്പ് ഉയരുന്നത്. ഈ പുഴയുടെ ഇരുകരയിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പുലിക്കയത്ത് നിന്ന് കയാക്കിംഗ് സെന്ററിന്റെ ഭാഗത്തേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കരുത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ പറയുന്നു. വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പുലർത്തണം. ജില്ലയിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ജില്ലാ അധികൃതർ പറയുന്നത്. അത്യാവശ്യ യാത്രകൾ ഒഴികെ വയനാട്ടിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. നിലവിൽ ജില്ലയിലുള്ള വിനോദസഞ്ചാരികൾ സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കാൻ ഉൾപ്പെടെ ഇറങ്ങാൻ പാടില്ല. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നുവെന്നാണ് കേരള മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്.
പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കും. 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ യോഗം. NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജരാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 പേർ മരിച്ചതായി മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലുമാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. സംസ്ഥാനത്തുടനീളം 100ഓളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത് സ്ഥിരീകരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചു. വീടുകളിൽ വെള്ളം കയറി. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത, കുട്ടിക്കാനം മുണ്ടക്കയം റോഡ്, ആലുവ മൂന്നാർ റോഡ്, KK റോഡ് തുടങ്ങിയ പ്രധാന പാതകളിലൊക്കെ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം രൂപപ്പെട്ടിരിക്കുന്നു. റാന്നി നഗരം പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. ഗതാഗതം ആ മേഖലയിൽ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് മലയോര മേഖലകളിലും മധ്യകേരളത്തിലും പ്രളയസമാന സാഹചര്യമാണ് ഇപ്പോൾ നേരിടുന്നത്. 2018 മഹാപ്രളയത്തിന് സമാനമാണ് പല ജില്ലകളിലെയും കാഴ്ച. പ്രത്യേകിച്ച് റാന്നി, കോന്നി മേഖലകളിൽ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ അതിശക്ത മഴ. പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സവും വ്യാപക പ്രതിസന്ധികളും. കേരളം നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.